പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആത്മഹത്യ ചെയ്ത വയനാട് മുൻ ഡി.സി.സി ട്രഷറർ എൻ.എം. വിജയന്റെ കുടുംബം. വിഷം കഴിച്ച ശേഷം അച്ഛൻ ഏൽപ്പിച്ച കത്തുമായി ചെന്നപ്പോൾ വി.ഡി. സതീശൻ മോശമായി പെരുമാറിയെന്ന് മകൻ വിജേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പിന്നാലെ എൻ.എം. വിജയന്റെ കുടുംബത്തിനെതിരെ വി.ഡി. സതീശൻ രംഗത്തെത്തി. കെ.പി.സി.സി പ്രസിഡന്റും കുടുംബത്തെ കൈയൊഴിഞ്ഞാണ് പ്രതികരിച്ചത്. എൻ.എം. വിജയന്റെ കുടുംബം കെ.പി.സി.സി നേതൃത്വത്തെയാകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ടെങ്കിലും ആരോപണത്തിന്റെ കുന്തമുന നീളുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് നേർക്കാണ്. വിഷം കഴിച്ചതിന് പിന്നാലെ അച്ഛനേൽപ്പിച്ച കത്തുമായി പോയപ്പോൾ വി.ഡി. സതീശനിൽ നിന്നുണ്ടായ ദുരനുഭവം മൂത്ത മകൻ വിജേഷ് ന്യൂസ് മലയാളത്തോട് തുറന്നു പറഞ്ഞു. വി.ഡി. സതീശന്റെ പ്രതികരണമൊന്നും നമുക്ക് എവിടെയും ഇതിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കെ.പി.സി.സി പ്രസിഡന്റ് ആകട്ടെ എല്ലാം ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും കത്തൊന്ന് തുറന്ന് വായിക്കാൻ തയ്യാറായില്ല. സുധാകരൻ സംസാരിച്ചപ്പം നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ ചർച്ച ചെയ്ത് നോക്കട്ടെ എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം പറയുന്നത് ഞാൻ കത്ത് പോലും കൊടുത്ത് വായിച്ചു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അച്ഛൻ കടക്കാരനായത് പാർട്ടിക്ക് വേണ്ടിയാണ്. എന്നാൽ കടം കയറി ആത്മഹത്യ ചെയ്തപ്പോൾ നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ല. വന്നത് കെ മുരളീധരൻ മാത്രം. നേതാക്കന്മാർ വന്നിട്ടുണ്ടായിരുന്നു. മുരളിയേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കെ മുരളീധരൻ കാരണം മൂപ്പരെ കൂടെയൊക്കെ അത്രയും നല്ല ഇതിൽ പ്രവർത്തിച്ചാണ്. അവർ കാണിച്ചൊരിത് പോലും ഈ പറഞ്ഞ ബാക്കി ആരും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ. കുടുംബത്തെയെങ്കിലും കടക്കണിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് കരുതിയാണ് കത്തുകൾ തയ്യാറാക്കിയത്. പക്ഷേ പാർട്ടി സഹായഹസ്തം നീട്ടിയില്ലെന്ന് മരുമകൾ പത്മജ പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ പോലും അച്ഛനത് അന്നൊരു നീതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ മരണത്തിനെങ്കിലും കഴിഞ്ഞ് എൻ്റെ മക്കളെങ്കിലും രക്ഷിക്കണേന്നാണ് ആ കത്തിനകത്ത് വ്യക്തമായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. കാരണം ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഒരു പ്രതീക്ഷ, ഞാൻ മരിച്ചാലെങ്കിലും കുടുംബം രക്ഷപ്പെടുന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുന്നതിനും അപ്പുറം കുടുംബത്തിനെതിരെ ഗുരുതര പരാമർശങ്ങൾ നടത്തുകയാണ് വി.ഡി. സതീശൻ ചെയ്തത്. തന്നെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കുടുംബാംഗങ്ങൾ സംസാരിച്ചു. അവർക്ക് വേറെ ലക്ഷ്യം കാണും, അല്ലാതെ താൻ മോശമായി പെരുമാറിയിട്ടില്ല, വി.ഡി. സതീശൻ പറഞ്ഞു. ഞാൻ മോശമായിട്ടൊന്നും അവരോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. പിന്നെ അവർ എന്നോട് BJP-ക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPM-കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. ഇപ്പം അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട വിജേഷ് ചോദിച്ചത് ഇത്രമാത്രം: താൻ വിചാരിച്ചാൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ ഭയപ്പെടുത്താൻ പറ്റുമോ? തൻ്റെ പ്രശ്നം രാഷ്ട്രീയമല്ല, പൊലിഞ്ഞത് 2 ജീവനാണ്. കാര്യങ്ങൾ പറഞ്ഞു, അത് ഇതാക്കി എന്നല്ലാതെ ഞാൻ ഭീഷണി എന്ന് പറഞ്ഞ സ്വരത്തിൽ നിന്ന് സംസാരിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ സംസാരിച്ചിട്ടുമില്ല. എന്താ അവർ ചെയ്യാൻ നോക്കട്ടെ. കത്ത് ചർച്ച ചെയ്യാൻ താൻ വാക്കാൽ നിർദ്ദേശിച്ചല്ലോ എന്ന് പറഞ്ഞൊഴിയുകയാണ് കെ.പി.സി.സി പ്രസിഡന്റ് ചെയ്തത്. നേരിട്ട് വന്നും പറഞ്ഞിരുന്നു. ആ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഇന്ന് ബന്ധപ്പെട്ട നേതാക്കന്മാരോട് പറയുകയും ചെയ്തു. ഞാൻ കത്ത് കൊടുത്തേക്കാം, നിങ്ങൾ നോക്കിയിട്ട് ആരെങ്കിലും 2-3 നാളെ വെച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു, വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഊര് വിൽക്കാൻ പോയപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ? വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ UDF-നെ എം.വി. ഗോവിന്ദൻ വെല്ലുവിളിച്ചു. മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ അവസാനത്തെ ദാരുണമായ ഒരു അന്ത്യം, അതിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം, അതിലൊന്നും നിങ്ങൾക്ക് വൈകാരികമായ ഒരു തലവും മാധ്യമങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് മുഴുവൻ കാര്യത്തിൽ. ഇന്നലെ ന്യൂസ് മലയാളമാണ് എൻ.എം. വിജയന്റെ ആത്മഹത്യക്കുറിപ്പും 4 കത്തുകളും പുറത്തുവിട്ടത്. IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സഹകരണ ബാങ്കുകളിൽ നടത്തിയ നിയമന ക്രമക്കേടുകൾക്ക് താൻ ഇരയായി എന്നാണ് കത്തിലെ ഉള്ളടക്കം. ഈ കത്തുകൾ കോൺഗ്രസിനെ കൊടിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടതോടെയാണ് വിജയന്റെ കുടുംബത്തെ തന്നെ സംശയനിഴലിൽ നിർത്തുന്ന കെ.പി.സി.സിയുടെ പ്രതിരോധ തന്ത്രം. ന്യൂസ് മലയാളം, വയനാട്.